നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൽ ക്ലാസിക്കോക്ക് മുമ്പ് റയൽ മാഡ്രിഡിൻ്റെ ക്യാമ്പിൽ നിന്ന് അത്ര ശുഭകരമായ വാർത്തകളല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കോംപ്ലിക്കേഷൻസ്, പ്രശ്നങ്ങളുണ്ട്. കിലിയൻ എംബാപ്പെ ഈ കോംപ്ലിക്കേഷൻസിലും കോൺട്രവേഴ്സികളിലുമൊക്കെ കേന്ദ്രബിന്ദുവായിട്ട് നിൽക്കുന്നു. എംബാപ്പയുടെ ക്യാമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു. വല്ലാത്തൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നോക്കുക, മരിയോ കോർട്ടഗാനയും ഗിയർമോ റോയും നമുക്കറിയാം, അവർ ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റുകളാണ്. അവരാണ് റിപ്പോർട്ട് ചെയ്തത് അന്റോണിയോ റൂഡിഗർ ഫസ്റ്റ് ടീമിൽ ഒരു പ്ലെയറുമായിട്ട് കഴിഞ്ഞ മാസം ഡ്രസ്സിംഗ് റൂമിൽ വളരെ ഹീറ്റഡ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റ് നടത്തി, തർക്കമുണ്ടായി. ഒടുവിൽ അപ്പോളജി പറയുകയും ഫാമിലിയെ ലഞ്ചിന് വിളിക്കുകയും ഒക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തി എന്നാണ്. അതായത് ഏപ്രിലിൽ നടന്നതിന് ഇപ്പോഴാണ് പ്രശ്നം പരിഹരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതുപോലെ തന്നെ കിലിയൻ എംബാപ്പെ അൽവാരോ ആർബിലോവയുടെ സ്റ്റാഫിലെ ഒരു മെമ്പറുമായിട്ട് വലിയ രൂപത്തിൽ തർക്കമുണ്ടായി. അതൊരു ട്രെയിനിങ് എക്സസൈസിൻ്റെ സമയത്താണ് സംഭവിച്ചത്. സോഴ്സുകൾ പറയുന്ന എംബാപ്പെ വളരെ ആംഗ്ലി ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിൽ സ്റ്റാഫ് മെമ്പറോട് സംസാരിച്ചു. അദ്ദേഹം ഒരു അസിസ്റ്റൻ്റ് റെഫറി രൂപത്തിൽ ട്രെയിനിങ്ങിലെ കളിക്കിടയിൽ നിൽക്കുകയായിരുന്നു. എംബാപ്പെ ഓഫ് സൈഡ് വിളിച്ചതിനാണ് ഈ രൂപത്തിൽ മോശമായിട്ട് സംസാരിച്ചത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ എലൈറ്റ് ഫുട്ബോളിൽ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇത് എംബാപ്പയും അതുപോലെ തന്നെ റൂഡിഗറും ഉണ്ടായിട്ടുള്ള ക്ലാഷും കാര്യങ്ങളും ഒന്നും ഒരുമിച്ചല്ല കണക്ക് കൂട്ടേണ്ടത്. ഒരു ഇൻറ്റേർണൽ പണിഷ്മെൻറ്റും അവർക്ക് എതിരെ എടുത്തിട്ടുമില്ല. പക്ഷേ ഈ ഇൻസിഡൻറ്റ് റയൽ മാഡ്രിഡിൻ്റെ ഡ്രസ്സിംഗ് റൂമിലെ ആ ഒരു മൊത്തത്തിലുള്ള മൂഡ് വേഴ്സണിങ് ചെയ്യാൻ കാരണമായി എന്നാണിപ്പോൾ മരിയോ കോർട്ടഗാനയും ഗിയർമോ റോയും റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു വിഷയം വലിയ രൂപത്തിൽ റയൽ മാഡ്രിഡിൽ തന്നെ ചർച്ചയായിട്ട് മാറുകയും ചെയ്തു. ഒരുപാട് ആളുകൾ, ക്ലബ്ബുമായി വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ, ഇൻക്ലൂഡിങ് സ്റ്റാഫ് മെമ്പേഴ്സ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് അതർ പ്ലേയേഴ്സ്, ക്രിട്ടിസൈസ്ഡ് കിലിയൻ എംബാപ്പെ. അതുപോലെ തന്നെ ക്ലബ്ബ് ഇതിൽ കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻസ് എടുക്കുന്നില്ല എംബാപ്പെ ഇത്തരം ആറ്റിറ്റ്യൂഡിൽ എന്നുള്ളതും പലർക്കും എതിർപ്പുണ്ടായിരുന്നു. എംബാപ്പെ ഇൻറ്റേർണലി അയാളുടെ ഇറ്റലിയിലേക്കുള്ള ട്രിപ്പ് പരിക്ക് പറ്റി പുറത്തിരിക്കുമ്പോൾ, ടീമാകെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ കാമുകിയെയും കൂട്ടി ഇറ്റലിയിലേക്ക് ഒരു യാത്ര നടത്തി. അതിൻ്റെ പേരിലും ഇൻറ്റേർണലി ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആർബിലോവ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടാതെ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ മാറി നിൽക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹവും ഹാപ്പിയല്ല ക്ലബ്ബിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നു. എംബാപ്പയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഈ വിഷയത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിക്കൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഫബ്രീസിയോ റൊമാനയും ആ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ്: എംബാപ്പയ്ക്കെതിരെയുള്ള ക്രിറ്റിസിസങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് ഒരു ഓവർ ഇൻ്റർപ്രിട്ടേഷൻ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ഓവർ ഇൻ്റർപ്രിട്ടേഷനിലൂടെ വന്നതാണ്. അദ്ദേഹം റിക്കവറി പീരീഡിലൂടെ കടന്നു പോകുന്നത് കൃത്യമായിട്ട് ക്ലബ്ബ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അല്ലാതെ എംബാപ്പെ മറ്റു തരത്തിലുള്ള വിഷയങ്ങളൊന്നും ചെയ്തിട്ടില്ല. എംബാപ്പയുടെ ഡെയിലി വർക്കിലുള്ള കമ്മിറ്റ്മെൻറ്റ് അതുപോലെ തന്നെ നിൽക്കുന്നു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. എംബാപ്പയുടെ വിഷയം മാത്രമല്ല, ആൽവരോ കരേറസും ആൽവരോ അർബിലോവയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നുകൂടി ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നു. റയൽ മാഡ്രിഡിൻ്റെ കോച്ചിങ് സ്റ്റാഫ് കരേറസിൻ്റെ ആറ്റിറ്റ്യൂഡിലും അതുപോലെ പ്രൊഫഷണലിസത്തിലും സംതൃപ്തരല്ല. അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ ഈ വിഷയവും പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എൽ ക്ലാസിക്കോ അടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ റയൽ മാഡ്രിഡിലെ അറ്റ്മോസ്ഫിയർ വളരെ ബാഡാണ്. ഇത് തീർച്ചയായിട്ടും ഫസ്റ്റ് ടീമിനെ കുറിച്ച് വളരെ വറിയിങ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ക്ലബിൻ്റെ അധികൃതർക്കും ഉണ്ടാക്കുന്നത്. ഏതായാലും ഒരുമിച്ചല്ല, അതായത് ടീം ഒറ്റക്കെട്ട് എന്നുള്ളൊരു തോന്നലല്ല എൽ ക്ലാസിക്കോക്ക് മുമ്പ് ഇപ്പോഴുള്ളത്. ദർ ആർ സെവറൽ പ്ലേയേഴ്സ് ഹു ആർ അൺഹാപ്പി എന്നുകൂടി മരിയോ കോർട്ടഗാനയും ഗിയർമോ റോയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഹോസെ ഫെലിക്സ് ഡയസ് റിപ്പോർട്ട് ചെയ്യുന്നത് റയൽ മാഡ്രിഡിന് ഇപ്പോൾ കിലിയൻ എംബാപ്പയുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് ടീമിന് ഗുണകരമായിട്ട് മാറണം. ആ രൂപത്തിൽ ഒരു കോച്ചിനെ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പ്രശ്നങ്ങൾ അവിടെയുണ്ട്, പക്ഷേ എംബാപ്പയെ കൈവിടാൻ റയൽ തയ്യാറുമല്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.